ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു ഫ്രീ ഡേ ആയതുകൊണ്ട് ഞാൻ ലൈപ്സിജിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വന്നേക്കുവാണ്. ഞങ്ങൾ കുറച്ച് നാളായി ഒരു പിക്നിക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, സമ്മറൊക്കെ അല്ലേ. പക്ഷേ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആയത്. ലൈപ്സിജിൽ ഇവർ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് അടുത്തൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി പിക്നിക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ Essex ആണ് നമുക്ക് കയറേണ്ടത്. ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്ക് മക്ലീബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെ ഒരു ബസ് കയറി പോകണം, 106. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? പറ. നമ്മളിപ്പം പോകുന്നത് ലൈപ്സിജിലുള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. ബസ് വെയിറ്റ് ചെയ്തിട്ടാണ്. ഒരു 3 മിനിറ്റ് കൊണ്ട് ബസ് വരും. ബാക്കി നമുക്ക് അവിടെ പോകാം. അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട ബസ് വന്നു. ഞങ്ങളീ പോകുന്ന കോസ്പെറ്റ്നോ സീ അല്ലെങ്കിൽ കോസി ലേക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവർ മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ പിക്നിക്ക് ചെയ്യാൻ പറ്റിയ സ്പോട്ടുണ്ട്. ഞങ്ങൾ കോസി ലേക്കിൽ ഈസ്റ്റ് സ്ട്രാൻഡിലോട്ടാണ് പോകുന്നത്. വെള്ളം ഒരു വെള്ളം വെള്ളം ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെയോ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഞങ്ങളൊരു 1 മണി സമയത്താണ് എത്തിയത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പിക്നിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ നടന്ന അവസാനം ഞങ്ങളിവിടെ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ സെറ്റായി. ലക്ഷ്മി ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളിവട ഉണ്ട്, കഴിച്ചു കട്ട്ലറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇനി കുറച്ച് പയ്യെ വെള്ളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. അറിയില്ല, കാട് ഞങ്ങളങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കാർക്ക് നീന്താനൊന്നും അറിയില്ല, എന്നാലും ചുമ്മാ വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയ ദിവസം നല്ല വെതറായിരുന്നു. അങ്ങനെ ഒരുപാട് ചൂടൊന്നുമില്ല. അങ്ങനെ ചുമ്മാ സമയങ്ങളെ അങ്ങനെ വെള്ളത്തിൽ കളിച്ച് മടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ കരയിൽ കയറി ഇരിപ്പായി. ഇനി ഇവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാമറ അടുത്തൂടെ പോയാൽ പോസ് ചെയ്യുന്നൊരു സുഹൃത്താണിത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഊനോ കളിച്ച് സമയം കളയാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി കാർഡൊക്കെ സെറ്റാക്കി. ആക്ച്വലി ഞങ്ങൾ 4 പേരോട് ഒരു പിക്നിക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. കുറേ നാളായിട്ട് പറഞ്ഞിട്ട് അവസാനം ഇപ്പോഴാണ് നടന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടമുള്ളൊരു ഗെയിമാണ് യൂണോ. അങ്ങനെ ഞങ്ങൾ അതിലേക്കായി കുറച്ച് നേരം. അങ്ങനെ യൂണോ ഒക്കെ കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ പിക്നിക്കിനും കയാക്കിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഈ ഒരു ടൈമിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന്. അതോ ഇനി ഞങ്ങൾ വന്ന സ്ഥലത്തിൻ്റെ ആണോ എന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ വന്ന ഈസ്റ്റ് എൻഡിൽ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ മുന്നേ വന്നപ്പോൾ ഒരുപാട് പേര് പിക്നിക്ക് ചെയ്യുമായിരുന്നു. സ്ഥലം കിട്ടാൻ പാടാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ഓക്കെ ആയിരുന്നു. മേ ബി വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചു. ഈ ക്ലാസ്സിൻ്റെയും ജോലിയുടെയും ഒക്കെ ഇടയ്ക്ക് ഇവർ വന്ന് മീറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഒരു രസം. എല്ലാവർക്കും ഒരുമിച്ച് ഒരു ദിവസം ഓഫ് കിട്ടാൻ ആക്ച്വലി ഭയങ്കര പാടാണ്. അത് കിട്ടുമ്പോൾ ഒക്കെ ഞങ്ങൾ എന്തെങ്കിലും ഇതുപോലെ പ്ലാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ആയിരുന്നു ഇവിടെ. ടയർഡായോ ഗൈസ്? അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി എല്ലാവർക്കും ഫ്രീ കിട്ടുമ്പോൾ പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ ചലിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ബൈ ബൈ.